പുറക്കാമലയിൽ ഖനന നീക്കം വീണ്ടും നാട്ടുകാർ തടഞ്ഞു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ കംപ്രസറുമായി എത്തിയ തൊഴിലാളികൾ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് തിരിച്ചു പോവുകയായിരുന്നു. പുറക്കാമലയിൽ ക്വാറി പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമം തടഞ്ഞ് പുറക്കാമല സംരക്ഷണ സമിതി പ്രവർത്തകർ. ഇന്ന് പുലർച്ചെ 2 മണിയോടെ തൊഴിലാളികൾ കംപ്രസറും വെടിമരുന്നുമായി ക്വാറി പ്രവർത്തനം ആരംഭിക്കുന്നതിനായി എത്തുകയും ഇതറിഞ്ഞ നാട്ടുകാർ രാവിലെ തന്നെ ക്വാറി പ്രവർത്തിക്കുന്നതിനെതിരെ സമരവുമായി രംഗത്ത് വന്നു. കംപ്രസറും പണിയായുധങ്ങളും തിരിച്ചു കൊണ്ടുപോകണമെന്നും അല്ലാത്തപക്ഷം സമരവുമായി മുന്നോട്ടു പോകാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനമെന്നും അവർ പറഞ്ഞു. ഇന്ന് പുലർച്ചെ 2:02 മേപ്പയൂർ പോലീസിൻ്റെ സഹായത്തോടുകൂടി കംപ്രസർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ക്വാറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നറിയുന്നത്. മാസങ്ങളായി ഇവിടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ആ പ്രക്ഷോഭത്തിൽ ഏകപക്ഷീയമായ നിലപാടാണ് മേപ്പയൂർ പോലീസ് സ്വീകരിച്ചത്. സമരസമിതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിയ ഒരു പരാതിക്ക് പോലും കേസെടുക്കാത്ത മേപ്പയൂർ പോലീസ് ക്വാറി ഉടമകൾ നൽകിയ പരാതിയുടെ പേരിൽ നിരന്തരമായി ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തകർ ആശുപത്രിയിലായിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ പലരും ജയിലിലായിട്ടുണ്ട്. പലരും മുൻകൂർ ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ മേപ്പയൂർ പോലീസ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് നാണക്കേടുണ്ടാക്കുന്ന, പോലീസ് നയത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ 2:20 പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി ഹൈക്കോടതിയുടെ ഒരു വിധി ജിയോളജിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇവിടെ ഖനനം നടത്താവൂ എന്നാണ്. മാത്രമല്ല, ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കം, ഈ സ്ഥലം ലീസിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ക്വാറി ഉടമയ്ക്ക് അതിലുള്ള അവകാശം. ആ വ്യവസ്ഥയിൽ നിന്ന് 1-2 കുടുംബാംഗങ്ങൾ മാറിയതോടുകൂടി അവർ വേറെ വ്യവസ്ഥ ഉണ്ടാക്കുകയും ഇവിടെ കൃഷി നടത്താൻ ആവശ്യമായ അനുമതി അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിയമപരമായി തന്നെ നിലനിൽക്കാത്ത ഒരു സ്ഥലത്ത് പോലീസിൻ്റെ സഹായത്തോടുകൂടി ഹൈക്കോടതിയുടെ വിധി എന്ന കള്ളപ്രചരണം നടത്തി പോലീസ് നടത്തുന്ന ഈ തെമ്മാടിത്തത്തിനെതിരായിട്ട് ഇവിടുത്തെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കംപ്രസറും അതുമായി ബന്ധപ്പെട്ട സാമഗ്രികളും താഴെ ഇറക്കി മാത്രമേ ഈ ജനം പിരിഞ്ഞു പോവുകയുള്ളൂ. 2 മണിക്ക് വന്നിട്ടുണ്ട്. കംപ്രഷനും അതുപോലെ ഈ വെടിമരുന്നും ഉപയോഗിച്ചിട്ട് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോലീസിൻ്റെ കാവലോട് കൂടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഇത് അറിഞ്ഞ സമയം തൊട്ട് ഇവിടെ സ്ത്രീകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നോമ്പ് കാലത്ത് ഇങ്ങനെ നട്ടപ്പാതിരക്ക് വന്നിട്ട് പൊട്ടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഇത്രയും ജനങ്ങൾ ഇത്രയും സമാധാനപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിനെ ഇത്രയും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പോലീസ് പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 15 വയസ്സുള്ള കുട്ടീനെ വളരെ ക്രൂരമായിട്ട് ബസ്സിലേക്ക് വെച്ച് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ എല്ലാവരും കണ്ടതല്ലേ. ഞങ്ങൾ ഇത്രയും സ്ത്രീകൾ ഈ ഒരു സമയത്ത് ഈ ഒരു വെയിലത്ത് നോമ്പും പിടിച്ച് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ അതിന് ഞങ്ങളുടെ ഈ ഒരു പുറക്കാമല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിലവിൽ ക്വാറി ഉടമകളും പോലീസുമായി ചർച്ച നടത്തി വരികയാണ്. സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ക്വാറി പ്രവർത്തിക്കുന്നതിനെതിരെ അതിരാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ക്വാറി പ്രവർത്തനം പുനരാരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. അന്ന് പ്രതിഷേധവുമായി എത്തിയ നിരവധി പേരെ മേപ്പയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ഇന്ന് പണിയെടുക്കാതെ തൊഴിലാളികൾ കംപ്രസറുമായി തിരിച്ചു പോയതോടെ സമരക്കാർ സമരപ്പന്തലിലേക്ക് തിരിച്ചെത്തി പ്രതിഷേധം അറിയിച്ചു. ഞങ്ങൾ എൻ്റെ അമ്മ പരാതി കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. Malabar Studs and Drops Festival, Gold,
diamond, uncut and gemstones earrings, വിസ്മയിപ്പിക്കുന്ന ട്രെൻഡി കളക്ഷൻ, uncut and gemstones earrings വിസ്മയിപ്പിക്കുന്ന ട്രെൻഡി കളക്ഷൻ. ഇതാ ന്യൂ ഇയറിംഗ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ